ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ആരംഭിക്കാം. ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? മാനസികവും ശാരീരികവും സാമൂഹികവുമായ സുസ്ഥിതി. ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് മാനസികവും ശാരീരികവും സാമൂഹികവുമായ സുസ്ഥിതി എന്നാണ്. ലോകാരോഗ്യ സംഘടന നിലവിൽ വന്ന എന്നാണ്? 1948 ഏപ്രിൽ 7. ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത് 1948 ഏപ്രിൽ 7-നാണ്. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 7 അപ്പോൾ ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഏപ്രിൽ 7 നമ്മൾ ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? എപ്പിഡെമിക്. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് എപ്പിഡെമിക് എന്ന പേരിലാണ്. കാരണം അറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്നത് ക്രാപ്റ്റോജനിക് രോഗങ്ങൾ എന്നാണ്. കാരണം അറിയപ്പെടാത്ത രോഗങ്ങൾ ക്രാപ്റ്റോജനിക് രോഗങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് പാൻഡമിക്. വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണിത്. ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് പാൻഡമിക് എന്നാണ്. ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം നമുക്കറിയാവുന്ന COVID-19 തന്നെയാണ്. ആശുപത്രിയിൽ നിന്നും പകരുന്ന രോഗങ്ങളാണ് നാസോകോമിയൽ രോഗങ്ങൾ. ആശുപത്രിയിൽ നിന്നും പകരുന്ന രോഗങ്ങളാണ് നാസോകോമിയൽ രോഗങ്ങൾ. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂണോസിസ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂണോസിസ്. മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്നത് എപ്പിസൂട്ടിക് എന്നാണ്. മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്നത് എപ്പിസൂട്ടിക് എന്ന പേരിലാണ്. തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് ജീവിതശൈലി രോഗങ്ങൾ എന്ന പേരിലാണ്. തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. ഇതിന് ഉദാഹരണങ്ങളാണ് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, പൊണ്ണത്തടി, പക്ഷാഘാതം, ഹൃദയരോഗങ്ങൾ, ക്യാൻസർ തുടങ്ങിയവ. ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, പൊണ്ണത്തടി, പക്ഷാഘാതം, ഹൃദയരോഗങ്ങൾ, ക്യാൻസർ തുടങ്ങിയവയെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതുമായ രോഗങ്ങളാണ് സാംക്രമിക രോഗങ്ങൾ. രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതുമായ രോഗങ്ങളാണ് സാംക്രമിക രോഗങ്ങൾ. സാംക്രമിക രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയയും ഒക്കെ. എന്താണ് ഈ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ? രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവിനെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവാണ് ഇൻക്യുബേഷൻ പീരീഡ്. കോളറയുടെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ്? മണിക്കൂറുകൾ മുതൽ 5 ദിവസം വരെയാണ് കോളറയുടെ ഇൻക്യുബേഷൻ പീരീഡ്. മണിക്കൂറുകൾ മുതൽ 5 ദിവസം വരെയാണ് കോളറയുടെ ഇൻക്യുബേഷൻ പീരീഡ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ക്ഷയരോഗം. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയരോഗമാണ്. ക്ഷയരോഗാണുവിനെ കണ്ടെത്തിയതാരാണ്? റോബർട്ട് കോച്ച്. 1882 ക്ഷയരോഗാണുവിനെ കണ്ടെത്തിയത് റോബർട്ട് കോച്ചാണ്. ക്ഷയരോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ. ക്ഷയരോഗത്തിന് കാരണമായ രോഗാണു മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയയാണ്. ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേരെന്താണ്? BCG വാക്സിൻ. പൂർണ്ണരൂപം ബാസിലസ് കാൽമെറ്റ് ഗ്വെറിൻ എന്നാണ്. ക്ഷയരോഗത്തിനെതിരായ ഉപയോഗിക്കുന്ന വാക്സിനാണ് BCG വാക്സിൻ. BCG കുത്തിവയ്പ്പ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് എപ്പോഴാണ്? കുഞ്ഞ് ജനിച്ച ഉടനെയാണ്. BCG കുത്തിവയ്പ്പ് കുഞ്ഞിന് നൽകുന്നത് കുഞ്ഞ് ജനിച്ച ഉടനെയാണ്. ഏറ്റവും കൂടുതൽ ക്ഷയരോഗബാധിതരുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ക്ഷയരോഗബാധിതരുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നതിന് കാരണമായ രോഗം ഏതാണ്? ക്ഷയരോഗം. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നതിന് കാരണമായ രോഗം ക്ഷയരോഗമാണ്. ക്ഷയരോഗം ബാധിക്കുന്ന പ്രധാന ശരീര അവയവം ഏതാണ്?
ശ്വാസകോശം. ക്ഷയരോഗം പ്രധാനമായും ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാ രീതി ഏതാണ്? ഡോട്ട്സ്. ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാ രീതിയാണ് ഡോട്ട്സ്. ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കാണ് സ്ട്രെപ്റ്റോമൈസിൻ. ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക് ഏതാണ്? സ്ട്രെപ്റ്റോമൈസിൻ. സാർസ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ചൈനയിലെ ഹോങ്കോങ്ങിൽ. സാർസ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ചൈനയിലെ ഹോങ്കോങ്ങിലാണ്. സാർസ് രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശം. സാർസ് രോഗം ബാധിക്കുന്ന അവയവം ശ്വാസകോശമാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ഏതാണ്? ജലദോഷമാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ജലദോഷമാണ്. ജലദോഷത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? നാസോഫാരിഗൈറ്റിസ് എന്നാണ്. ജലദോഷത്തിൻ്റെ ശാസ്ത്രീയ നാമം നാസോഫാരിഗൈറ്റിസ്. തൊണ്ടയിലെ മുള്ള് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഡിഫ്തീരിയാണ്. തൊണ്ടയിലെ മുള്ള് എന്നറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയാണ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, അഞ്ചാം പനി അഥവാ മീസിൽസ്, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാർസ്, ജലദോഷം, മുണ്ടുനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ എന്നിവയൊക്കെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഒന്നുകൂടെ പറയാം. ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, അഞ്ചാം പനി അഥവാ മീസിൽസ്, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാർസ്, ജലദോഷം, മുണ്ടുനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ എന്നിവയൊക്കെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ജലത്തിലൂടെ പകരുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ്? കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ, വയറുകടി, പോളിയോ മൈലറ്റിസ് എന്നിവയൊക്കെ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കുഷ്ഠവും എബോളയും. സമ്പർക്കത്തിലൂടെ പകരുന്ന പ്രധാന രോഗങ്ങളാണ് കുഷ്ഠവും എബോളയും. ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായും എയ്ഡ്സ് രോഗമാണ്. പിന്നെ ഗൊണേറിയ, സിഫിലിസ് എന്നീ രോഗങ്ങളൊക്കെ ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. രോഗാണുബാധിതമായ രക്തം സ്വീകരിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബി. പിന്നെ എയ്ഡ്സും. ബാധിതമായ രക്തം സ്വീകരിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും. മൃഗങ്ങൾ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? പന്നിപ്പനി, പക്ഷിപ്പനി, മാൾട്ടാപ്പനി, കോങ്കോപ്പനി, നിപ്പ, എബോള എന്നിവയൊക്കെ മൃഗങ്ങൾ പരത്തുന്ന രോഗങ്ങളാണ്. അപ്പോൾ മൃഗങ്ങൾ പരത്തുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ്? പന്നിപ്പനി, പക്ഷിപ്പനി, മാൾട്ടാപ്പനി, കോങ്കോപ്പനി, നിപ്പ, എബോള എന്നിവയൊക്കെ മൃഗങ്ങൾ പരത്തുന്ന രോഗങ്ങളാണ്. ഇനി അടുത്ത ഷഡ്പദങ്ങൾ പരത്തുന്ന രോഗങ്ങൾ. അതിൽ കൊതുക് ആണ് നമ്മൾ പ്രധാനമായും ആദ്യം പറയുന്നത്. മന്തുരോഗം പരത്തുന്നത് ക്യൂലക്സ് പെൺകൊതുകളാണ്. മന്തുരോഗം പരത്തുന്നത് ക്യൂലക്സ് പെൺകൊതുകളാണ്. മലേറിയ പരത്തുന്നത് അനോഫിലിസ് പെൺകൊതുകളാണ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി എന്നിവയൊക്കെ പരത്തുന്നത് ഈഡിസ് ഈജിപ്തി എന്ന ഇനത്തിൽപ്പെടുന്ന കൊതുകുകളാണ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി എന്നിവ പരത്തുന്നത് ഈഡിസ് ഈജിപ്തി എന്ന ഇനത്തിൽപ്പെടുന്ന കൊതുകുകളാണ്. ജപ്പാൻ ജ്വരം പരത്തുന്നത് രോഗാണുവാഹകരായ പലതരം കൊതുകുകൾ ആണ് ജപ്പാൻ ജ്വരം പരത്തുന്നത്. അടുത്ത മറ്റ് ഷഡ്പദങ്ങളാണ്. പ്ലേഗ് പരത്തുന്നത് എലിച്ചെള്ളാണ്. ടൈഫസ് എന്ന രോഗം പരത്തുന്നത് പേനും ചെള്ളുമാണ്. കാല അസർ എന്ന രോഗം പരത്തുന്നത് സാൻഡ് ഫ്ലൈ ആണ്. സ്ലീപ്പിംഗ് സിക്നസ് എന്ന രോഗം ഉണ്ടാക്കുന്ന ഷഡ്പദം സെറ്റ്സെ ഫ്ലൈ ആണ്. വയറുകടിക്ക് കാരണമായ പ്രോട്ടോസോവ ഏതാണ്? എൻഡമീബ ഇസ്റ്റോളിറ്റിക്ക. വയറുകടിക്ക് കാരണമായ പ്രോട്ടോസോവ എൻഡമീബ ഇസ്റ്റോളിറ്റിക്കയാണ്. വയറിളക്കത്തിന് നൽകുന്ന ഏറ്റവും ലളിതമായ ചികിത്സ ഏതാണ്? ORT. പൂർണ്ണരൂപം ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി എന്നാണ്. വയറിളക്കത്തിന് നൽകുന്ന ഏറ്റവും ലളിതമായൊരു ചികിത്സാ രീതിയാണ് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി അഥവാ ORT. കോളറ, അതിസാരം എന്നീ രോഗങ്ങൾ ഉള്ളവർക്ക് നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ നൽകുന്ന ലായനിയാണ് ORS ലായനി. കോളറ, അതിസാരം എന്നീ രോഗങ്ങൾ ഉള്ളവർക്ക് നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ നൽകുന്ന ലായനിയുടെ പേരെന്താണ്? ORS ലായനി. ഇതിൻ്റെ പൂർണ്ണ രൂപം ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട് സൊല്യൂഷൻ എന്നാണ്. ORSൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട് സൊല്യൂഷൻ എന്നാണ്. ORS ലായനിയിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, ട്രൈസോഡിയം സിട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ് എന്നിവയാണ് ORS ലായനിയിലെ ഘടകങ്ങൾ.
ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, ട്രൈസോഡിയം സിട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ് എന്നിവയാണ്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണമായ രോഗാണു. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ്. എലിപ്പനി പരത്തുന്ന ജീവി ഏതാണ്? എലിച്ചെള്ള്. എലിപ്പനി പരത്തുന്ന ജീവി എലിച്ചെള്ളാണ്. 2022 ഏപ്രിലിൽ എലിപ്പനി രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്താണ്? മൃത്യുഞ്ജയം. 2022 ഏപ്രിലിൽ എലിപ്പനി രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് മൃത്യുഞ്ജയം. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം ഏതാണ്? കുഷ്ഠം. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം കുഷ്ഠമാണ്. ഹാൻസെൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠരോഗമാണ്. ഹാൻസെൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠരോഗമാണ്. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 1954ലാണ്. 1954-55 ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കിയത്. എബോള രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ആഫ്രിക്കയിലാണ്. എബോള രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ആഫ്രിക്കയിലാണ്. എബോളയുടെ രോഗകാരി ഏതുതരം വൈറസാണ്? RNA വൈറസാണ്. എബോളയുടെ രോഗകാരി RNA വൈറസാണ്. കൊറോണ വൈറസ് രോഗത്തിന് ലോകാരോഗ്യ സംഘടന നൽകിയ ഔദ്യോഗിക നാമം എന്താണ്? COVID-19. കൊറോണ വൈറസ് രോഗത്തിന് ലോകാരോഗ്യ സംഘടന നൽകിയ ഔദ്യോഗിക നാമം COVID-19 എന്നാണ്. കൊറോണ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ്? കിരീടം. കൊറോണ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം കിരീടം എന്നാണ്. കൊറോണ ബാധിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശം. കൊറോണ ബാധിക്കുന്ന അവയവം ശ്വാസകോശമാണ്. ലോകത്ത് ആദ്യമായി കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ചൈനയിലെ വുഹാനിൽ. ലോകത്ത് ആദ്യമായി കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്തത് ചൈനയിലെ വുഹാനിലാണ്. 2019 ഡിസംബർ 31 കൊറോണ രോഗം ചൈനയിലെ വുഹാനിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? തായ്ലൻഡ്. ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്ത രാജ്യം തായ്ലൻഡാണ്. കേരളത്തിൽ ആദ്യമായി കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല തൃശ്ശൂരാണ്. കേരളത്തിൽ ആദ്യമായി കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല തൃശ്ശൂരും, അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളവുമാണ്. കേരളത്തിൽ രണ്ടാമതായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏതാണ്? ആലപ്പുഴ. കേരളത്തിൽ രണ്ടാമതായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ജില്ല ആലപ്പുഴയാണ്. ഇന്ത്യയിലെ ആദ്യമായി COVID-19 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കർണാടകയിലെ കൽബുർഗിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കർണാടകയിലെ കൽബുർഗിയിലാണ്. കേരളത്തിൽ ആദ്യമായി കൊറോണ വൈറസ് ബാധിച്ച് മരണം നടന്ന ജില്ല ഏതാണ്? എറണാകുളം. കേരളത്തിൽ ആദ്യമായി കൊറോണ വൈറസ് ബാധിച്ച് മരണം നടന്ന ജില്ല എറണാകുളമാണ്. കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനുള്ള കേരള ആരോഗ്യവകുപ്പിൻ്റെ ക്യാമ്പയിൻ്റെ പേരെന്താണ്? ബ്രേക്ക് ദി ചെയിൻ. കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനുള്ള കേരള ആരോഗ്യവകുപ്പിൻ്റെ ക്യാമ്പയിനാണ് ബ്രേക്ക് ദി ചെയിൻ. കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നാണ്? 2020 ജനുവരി 30. കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 2020 ജനുവരി 30-നാണ്. ലോകാരോഗ്യ സംഘടന കൊറോണയെ മഹാമാരിയായി പ്രഖ്യാപിച്ചതെന്നാണ്? 2020 മാർച്ച് 11. ലോകാരോഗ്യ സംഘടന കൊറോണയെ മഹാമാരിയായി പ്രഖ്യാപിച്ചത് 2020 മാർച്ച്. COVID-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ഡോക്ടർ ലീ വെൻലിയാങ്. COVID-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തി ഡോക്ടർ ലീ വെൻലിയാങ് ആണ്. പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമം ഏതാണ്? എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് 2020. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് 2020. 2021 നവംബറിൽ ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ കോവിഡിൻ്റെ പുതിയ വകഭേദത്തിൻ്റെ പേരെന്താണ്? ഒമിക്രോൺ. 2021 നവംബറിൽ ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ കോവിഡിൻ്റെ പുതിയ വകഭേദമാണ് ഒമിക്രോൺ. ഒമിക്രോൺ ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് എവിടെയാണ്? കർണാടകയിലാണ്. ഒമിക്രോൺ ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് കർണാടകയിലാണ്. ഒമിക്രോൺ കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് എവിടെയാണ്? എറണാകുളത്ത്. ഒമിക്രോൺ കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് എറണാകുളം ജില്ലയിലാണ്. COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? മനീഷ് കുമാർ. COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരൻ മനീഷ് കുമാറാണ്. ലോകത്ത് ആദ്യമായി COVID-19 വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ്? റഷ്യ. ലോകത്ത് ആദ്യമായി
കോവിഡ്-19 വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യയാണ്. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിൽ തോന്നയ്ക്കലാണ് കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. കോവിഡ്-19മായി ബന്ധപ്പെട്ട സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? ആരോഗ്യ സേതു. കോവിഡ്-19മായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് ആരോഗ്യ സേതു എന്നാണ്. 2022 ജൂലൈയിൽ WHO സ്ഥിരീകരിച്ച ഇന്ത്യയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒമിക്രോണിൻ്റെ പുതിയ വിഭാഗം ഏതാണ്? BA.2.75. 2022 ജൂലൈയിൽ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്ഥിരീകരിച്ച ഇന്ത്യയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒമിക്രോണിൻ്റെ പുതിയ വിഭാഗമാണ് BA.2.75. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യ കോവിഡ്-19 വാക്സിൻ ഏതാണ്? കോവാക്സിൻ. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യ COVID-19 വാക്സിനാണ് കോവാക്സിൻ. COVID-19 പ്രതിരോധിക്കുന്നതിനായി ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച വാക്സിൻ ഏതാണ്? കോവിഷീൽഡ്. COVID-19 പ്രതിരോധിക്കുന്നതിനായി ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച വാക്സിനാണ് കോവിഷീൽഡ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ ആസ്ഥാനം എവിടെയാണ്? പൂനെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ ആസ്ഥാനം പൂനെയാണ്. എയ്ഡ്സ് രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? വൈറസ്. എയ്ഡ്സ് രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി വൈറസാണ്. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV വൈറസാണെന്നറിയാം. ഇപ്പോൾ HIV വൈറസ് അതിൻ്റെ പൂർണ്ണരൂപം ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ്. HIV ഏതുതരം വൈറസാണ്? റിട്രോ വൈറസ്. HIV റിട്രോ വൈറസിൻ്റെ ഗണത്തിൽപ്പെടുന്നതാണ്. എയ്ഡ്സ് രോഗം തിരിച്ചറിയാനായി നടത്തുന്ന പ്രാഥമിക പരിശോധനയാണ് എലീസ ടെസ്റ്റ്. എയ്ഡ്സ് രോഗം തിരിച്ചറിയാനായി നടത്തുന്ന പ്രാഥമിക പരിശോധനയുടെ പേരെന്താണ്? എലീസ ടെസ്റ്റ്. നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യം ഏതാണ്? മലേഷ്യ. 1999 നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യം മലേഷ്യയാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? കേരളം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ആദ്യമായി കോഴിക്കോട് ജില്ലയിൽ നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നാണ്? 2018 മെയ് 19. ഇപ്പോൾ കേരളത്തിൽ എവിടെയാണ് നിപ്പ വൈറസ് രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്തത്? കോഴിക്കോട് ജില്ലയിലാണ്. 2018 മെയ് 19. ലോകാരോഗ്യ സംഘടനയുടെ ആദരം ലഭിച്ച മലയാളി നേഴ്സ് ആരാണ്? ലിനി പുതുശ്ശേരി. ലോകാരോഗ്യ സംഘടനയുടെ ആദരവ് ലഭിച്ച മലയാളി നേഴ്സ് ലിനി പുതുശ്ശേരിയാണ്. 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗം ഏതാണ്? സിക്ക. 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗമാണ് സിക്ക. സിക്ക വൈറസ് പരത്തുന്നത് ഈഡിസ് കൊതുകുകളാണ്. സിക്ക വൈറസ് പരത്തുന്ന കൊതുക് ഏതാണ്? ഈഡിസ് കൊതുകുകളാണ്. ഇന്ത്യയിൽ ആദ്യമായി സിക്ക വൈറസ് സ്ഥിരീകരിച്ച നഗരം ഏതാണ്? ഗുജറാത്തിലെ അഹമ്മദാബാദ്. ഇന്ത്യയിൽ ആദ്യമായി സിക്ക വൈറസ് സ്ഥിരീകരിച്ച നഗരം ഗുജറാത്തിലെ അഹമ്മദാബാദാണ്. രണ്ടാമത്തെ സംസ്ഥാനം തമിഴ്നാടുമാണ്. സിക്ക വൈറസ് മുഖേന മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഗില്ലൻ ബാരി. സിക്ക വൈറസ് മുഖേന മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഗില്ലൻ ബാരി. സിക്ക വൈറസ് കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ച സ്ഥലം തിരുവനന്തപുരത്തെ പാറശാലയാണ്. സിക്ക വൈറസ് കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ച സ്ഥലം പാറശാലയാണ്. എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് എന്നാണ് ഇന്ത്യയിൽ? 1986 ചെന്നൈയിലാണ് ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത നഗരം ചെന്നൈയാണ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാടുമാണ്. പന്നിപ്പനി റിപ്പോർട്ട് ചെയ്തത് എന്നാണ്? 2009 ഹൈദരാബാദിൽ. പന്നിപ്പനി ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് 2009 ഹൈദരാബാദിലാണ് പന്നിപ്പനി റിപ്പോർട്ട് ചെയ്തത്. പക്ഷിപ്പനി ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് 2006 നന്ദർബാറിലാണ്. മഹാരാഷ്ട്രയിലെ നന്ദർബാറിലാണ് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തത്. ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത് കൊൽക്കത്തയിലും ഇന്ത്യയിലും കിഴക്കൻ തീരങ്ങളിലും ആണ് ആദ്യമായി ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത്. ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് കൊൽക്കത്തയിലാണ് 1963. നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിൽ ആദ്യമായി സിലിഗുരിയിലാണ്. പശ്ചിമ ബംഗാളിലെ സിലിഗുരിയിലാണ് 2001 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത്. സാർസ് റിപ്പോർട്ട് ചെയ്തതോ? ഗോവയിൽ. 2003 ഗോവയിലാണ് സാർസ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. എയ്ഡ്സ് സ്ഥിരീകരിക്കാനായി നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്.
എയ്ഡ്സ് രോഗം സ്ഥിരീകരിക്കാനായി നടത്തുന്ന ടെസ്റ്റ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റാണ്. എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയെയാണ്. എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയാണ്. എയ്ഡ്സ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിലാണ്. 1981 അമേരിക്കയിലാണ് എയ്ഡ്സ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തമിഴ്നാടാണ്. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? പത്തനംതിട്ട. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല പത്തനംതിട്ടയാണ്. എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 1 ഈ ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണ്? 1988 മുതലാണ്. 1988 മുതലാണ് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന ചികിത്സ അറിയപ്പെടുന്നത് ആൻറ്റി റിട്രോ വൈറൽ ചികിത്സ എന്നാണ്. എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന ചികിത്സയാണ് ആൻറ്റി റിട്രോ വൈറൽ ചികിത്സ. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം ഏതാണ്? 1992. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ചത് 1992 എയ്ഡ്സ് ബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ പ്രതീകമാണ് റെഡ് റിബൺ. എയ്ഡ്സ് ബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ പ്രതീകമാണ് റെഡ് റിബൺ. 2022 ലോക എയ്ഡ്സ് ദിന പ്രമേയം എന്തായിരുന്നു? ഈക്വലൈസ്. 2022 ലോക എയ്ഡ്സ് ദിന പ്രമേയം ഈക്വലൈസ് അഥവാ തുല്യമാക്കുക എന്നതായിരുന്നു. ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? കരൾ. ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്ന അവയവം കരളാണ്. പന്നിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? മെക്സിക്കോ. പന്നിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം മെക്സിക്കോയാണ്. പക്ഷിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ചൈനയിലെ ഹോങ്കോങ്ങിലാണ്. പക്ഷിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ചൈനയിലെ ഹോങ്കോങ്ങിലാണ്. മാൾട്ടാപ്പനി കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? എറണാകുളം. മാൾട്ടാപ്പനി കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ജില്ല എറണാകുളമാണ്. കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിനെടുക്കുന്ന ദിവസം എത്രയാണ്? 8 ദിവസം മുതൽ 10 ദിവസം വരെ. കൊതുകിൻ്റെ മുട്ട വിരിയാൻ എടുക്കുന്ന കാലയളവ് 8 മുതൽ 10 വരെ ദിവസങ്ങളാണ്. മന്തുരോഗം പരത്തുന്ന കൊതുക് ഏതാണ്? ക്യൂലെക്സ് പെൺകൊതുക്. മന്തുരോഗം പരത്തുന്ന കൊതുക് ക്യൂലെക്സ് പെൺകൊതുകാണ്. മന്തുരോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ലിംബ് ഗ്രാഹികളെയാണ്. മന്തുരോഗം ബാധിക്കുന്നത് ലിംബ് ഗ്രാഹികളെയാണ്. മലേറിയ പരത്തുന്ന രോഗാണു പ്ലാസ്മോഡിയമാണ്. മലേറിയ പരത്തുന്ന രോഗാണു ഏതാണ്? പ്ലാസ്മോഡിയം. മലമ്പനി രോഗത്തിന് കാരണമായ രോഗാണു ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? പ്രോട്ടോസോവ. മലമ്പനി രോഗത്തിന് കാരണമായ രോഗാണു ഉൾപ്പെടുന്ന വിഭാഗം പ്രോട്ടോസോവയാണ്. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? അനോഫിലിസ് പെൺകൊതുകുകൾ. മലേറിയ പരത്തുന്ന കൊതുക് അനോഫിലിസ് പെൺകൊതുകുകളാണ്. മലമ്പനിയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ബ്ലാക്ക് വാട്ടർ ഫീവർ, ചതുപ്പ് രോഗം. ബ്ലാക്ക് വാട്ടർ ഫീവർ, ചതുപ്പ് രോഗം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് മലമ്പനിയാണ്. ലോക മലമ്പനി ദിനം ഏപ്രിൽ 25. ലോക മലമ്പനി ദിനം എന്നാണ് ഏപ്രിൽ 25. ലോക കൊതുക് ദിനം ഓഗസ്റ്റ് 20. ലോക കൊതുക് ദിനം ഓഗസ്റ്റ് 20. ലോകത്ത് ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ടാൻസാനിയ. ആഫ്രിക്കയിലെ ടാൻസാനിയയിലാണ് ലോകത്ത് ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ ചിക്കൻ ഗുനിയ ആദ്യം റിപ്പോർട്ട് ചെയ്ത സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണയാണ്. കേരളത്തിൽ ചിക്കൻ ഗുനിയ ആദ്യം റിപ്പോർട്ട് ചെയ്ത സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണയാണ്. ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. ടൈഫസ് രോഗം പരത്തുന്നത് പേനാണ്. ടൈഫസ് രോഗം പരത്തുന്നത് പേനാണ്. ഈച്ചയുടെ ജീവിതചക്രത്തിൽ എത്ര ഘട്ടങ്ങളാണുള്ളത്? 4. ഈച്ചയുടെ ജീവിതചക്രത്തിൽ 4 ഘട്ടങ്ങളാണുള്ളത്. അവ ഏതൊക്കെയാണ്? ആദ്യം മുട്ട, ലാർവ, പ്യൂപ്പ, 4ാമത് മുതിർന്ന ഈച്ച. ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? കൊല്ലം. ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല കൊല്ലമാണ്. മലമ്പനിക്ക് നൽകുന്ന ഔഷധം ഏതാണ്?
ക്യൂനൈൻ. മലമ്പനിക്ക് നൽകുന്ന ഔഷധമാണ് ക്യൂനൈൻ. പാറമടകളിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ഏതാണ്? സിലിക്കോസിസ്. സിലിക്കോസിസ് ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. പാറമടകളിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു രോഗമാണ് സിലിക്കോസിസ്. അതുപോലെ കൽക്കരി ഖനികളിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ഏതാണ്? ന്യൂമോകോണിയോസിസ്. കൽക്കരി ഖനികളിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു രോഗമാണ് ന്യൂമോകോണിയോസിസ്. ആസ്പെറ്റോസ് ഫാക്ടറികളിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു രോഗമാണ് ആസ്പെറ്റോസിസ്. ആസ്പെറ്റോസ് ഫാക്ടറിയിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ഏതാണ്? ആസ്പെറ്റോസിസ് ആണ്. വിശപ്പിൻ്റെ രോഗം, പട്ടിണി രോഗം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന രോഗം മരാസ്മസ് ആണ്. വിശപ്പിൻ്റെ രോഗമെന്നും പട്ടിണി രോഗം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന രോഗം മരാസ്മസ് ആണ്. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഹിപ്പോക്രാറ്റസ്. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ഹിപ്പോക്രാറ്റസ് ആണ്. ഹോമിയോപ്പതി ചികിത്സയുടെ പിതാവ് ആരാണ്? സാമുവൽ ഹാനിമാൻ. ഹോമിയോപ്പതി ചികിത്സയുടെ പിതാവ് സാമുവൽ ഹാനിമാൻ ആണ്. ആയുർവേദത്തിൻ്റെ പിതാവ് ആരാണ്? ആത്രേയ മഹർഷി. ആയുർവേദത്തിൻ്റെ പിതാവ് ആത്രേയ മഹർഷിയാണ്. ആയുർവേദത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം മലപ്പുറത്തെ കോട്ടക്കലാണ്. ആയുർവേദത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം കോട്ടക്കൽ, മലപ്പുറം. അഷ്ടാംഗ ഹൃദയത്തിൻ്റെ രചയിതാവ് ആരാണ്? വാഗ്ഭടൻ. അഷ്ടാംഗ ഹൃദയം എഴുതിയത് വാഗ്ഭടനാണ്. അക്യുപഞ്ചർ ചികിത്സാ സമ്പ്രദായം നിലവിലുള്ള രാജ്യം ഏതാണ്? ചൈന. അക്യുപഞ്ചർ ചികിത്സാ സമ്പ്രദായം നിലവിലുള്ള രാജ്യം ചൈനയാണ്. പാമ്പ് വിഷത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഔഷധം ഏതാണ്? ആൻറ്റിവെനം. പാമ്പ് വിഷത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഔഷധമാണ് ആൻറ്റിവെനം. ആൻറ്റിബയോട്ടിക്കുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പെൻസിലിനാണ്. ആൻറ്റിബയോട്ടിക്കുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആദ്യത്തെ ആൻറ്റിബയോട്ടിക്കായ പെൻസിലിനാണ്. ഇന്ത്യയിൽ പെൻസിലിൻ നിർമ്മിക്കുന്ന ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പിംബ്രി. മഹാരാഷ്ട്രയിലെ പിംബ്രിയിലാണ് ഇന്ത്യയിൽ പെൻസിലിൻ നിർമ്മിക്കുന്ന ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ആദ്യമായി വികസിപ്പിച്ച വാക്സിൻ ഏതാണ്? വസൂരി വാക്സിനാണ്. ഇത് കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നറുമാണ്. ലോകത്ത് ആദ്യമായി വികസിപ്പിച്ച വാക്സിൻ വസൂരി വാക്സിനാണ്. വസൂരി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നറാണ്. ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2014 മാർച്ച് 27. ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് 2014 മാർച്ച് 27-നാണ്. പോളിയോ വാക്സിൻ നൽകുന്നത് എത്ര വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ്? 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് 7 തവണയായിട്ടാണ് പോളിയോ വാക്സിൻ നൽകേണ്ടത്. പോളിയോ വാക്സിൻ നൽകുന്നത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് 7 തവണയായിട്ടാണ് ഈ പോളിയോ വാക്സിൻ നൽകേണ്ടത്. കേരളത്തിൽ ഭാരത് ബയോടെക് നിർമ്മാണ നേതൃത്വം നൽകുന്ന ആദ്യ വാക്സിൻ നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെയാണ്? തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്ക്. തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കാണ് കേരളത്തിൽ ഭാരത് ബയോടെക് നിർമ്മാണ നേതൃത്വം നൽകുന്ന ആദ്യ വാക്സിൻ നിർമ്മാണ കേന്ദ്രം വരാൻ പോകുന്നത്. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ്? വീണ ജോർജ്. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ്. കേന്ദ്രത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ മൻസുഖ് മാണ്ഡവ്യ. കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവ്യയാണ്. CPR എന്ന് കേട്ടിട്ടുണ്ടല്ലോ. CPRൻ്റെ പൂർണ്ണരൂപം എന്താണ്? കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ എന്നാണ് CPRൻ്റെ പൂർണ്ണരൂപം. നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴൊക്കെ കൊടുക്കുന്നൊരു പ്രാഥമിക ശുശ്രൂഷയാണ് CPR. അപ്പോൾ അതിൻ്റെ പൂർണ്ണരൂപം കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ എന്നാണ്. ലോക പ്രഥമ ശുശ്രൂഷ ദിനം എന്നാണ്? സെപ്റ്റംബർ മാസത്തിലെ 2-ാം ശനിയാഴ്ച. സെപ്റ്റംബർ മാസത്തിലെ 2-ാം ശനിയാഴ്ചയാണ് ലോക പ്രഥമ ശുശ്രൂഷ ദിനം. ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലമുണ്ടാകുന്ന രോഗമാണ്
പ്രമേഹം. ലോക പ്രമേഹ ദിനം എന്നാണ്? നവംബർ 14. ലോക പ്രമേഹ ദിനം നവംബർ 14. പ്രമേഹത്തിൻ്റെ സാർവത്രിക ചിഹ്നം ഏതാണ്? നീലവൃത്തം. പ്രമേഹത്തിൻ്റെ സാർവത്രിക ചിഹ്നം നീലവൃത്തമാണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസിസ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസിസ്. അതിൻ്റെ മറ്റൊരു പേരാണ് ആഗ്നേയ ഗ്രന്ഥി. പാൻക്രിയാസിൻ്റെ തന്നെ മറ്റൊരു പേരാണ് ആഗ്നേയ ഗ്രന്ഥി. ജീവിതശൈലി രോഗമായി കരുതപ്പെടുന്ന പ്രമേഹത്തിൻ്റെ വകഭേദം ഏതാണ്? ടൈപ്പ് 2 പ്രമേഹം. ജീവിതശൈലി രോഗമായി കരുതുന്ന പ്രമേഹത്തിൻ്റെ വകഭേദമാണ് ടൈപ്പ് 2 പ്രമേഹം. ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്? ക്യാൻസർ. ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ടാണ്? ക്യാൻസറുമായി ബന്ധപ്പെട്ടതാണ്. ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗം ഏതാണ്? ഹൃദയം. ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗം ഹൃദയമാണ്. ക്യാൻസർ രോഗനിർണയത്തിന് നടത്തുന്ന പരിശോധനയുടെ പേരെന്താണ്? ബയോപ്സി. ക്യാൻസർ രോഗനിർണയത്തിന് നടത്തുന്ന പരിശോധനയാണ് ബയോപ്സി. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? കൊബാൾട്ട് 60. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പാണ് കൊബാൾട്ട് 60. ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ശ്രുതി തരംഗം. ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയുടെ പേരെന്താണ്? മിഠായി. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് മിഠായി. മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതി ഏതാണ്? ആവാസ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ്. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയുടെ പേര് മൃതസഞ്ജീവനി എന്നാണ്. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. ഈ മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ്. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് സുഹൃതം എന്നാണ്. ഇതിൻ്റെ അംബാസിഡർ മമ്മൂട്ടിയാണ്. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം. സുഹൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ്. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ശുഭയാത്ര എന്ന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാൽ. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ശുഭയാത്ര. ശുഭയാത്ര പദ്ധതിയുടെ അംബാസിഡർ മോഹൻലാലാണ്. കേരളത്തിലെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മമ്മൂട്ടിയാണ്. കേരളത്തിലെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. ഇതിൻ്റെ അംബാസിഡർ മമ്മൂട്ടിയാണ്. എയ്ഡ്സ് ബോധവൽക്കരണത്തിനായുള്ള കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠരോഗം. സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ്. പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ബ്രോങ്കൈറ്റിസ്. ബ്രോങ്കൈറ്റിസ് എന്ന രോഗം ഉണ്ടാകാനുള്ള പ്രധാന കാരണം പുകവലിയാണ്. സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് 2015 ഓഗസ്റ്റ് 25-നാണ്. സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് 2015 ഓഗസ്റ്റ് 25-നാണ്. 18 വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള ചികിത്സാ പദ്ധതിയാണ് ഹൃദ്യം. 18 വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് ഹൃദ്യം. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം. പാൻക്രിയാസ് ഗ്രന്ഥി സ്രവിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഗ്ലൂക്കഗോണും ഇൻസുലിനും. പാൻക്രിയാസ് ഗ്രന്ഥി സ്രവിക്കുന്ന ഹോർമോണുകളാണ് ഗ്ലൂക്കഗോണും ഇൻസുലിനും. ജുവനൈൽ ഡയബറ്റിക്സ്
പ്രമേഹം എന്നറിയപ്പെടുന്നത് ഏത് പ്രമേഹമാണ്? ടൈപ്പ് 1 പ്രമേഹം. ജുവനൈൽ ഡയബറ്റിസ് പ്രമേഹം എന്നറിയപ്പെടുന്നത് ടൈപ്പ് 1 പ്രമേഹമാണ്. എത്ര മാസത്തിലൊരിക്കൽ രക്തദാനം ചെയ്യാം? 3 മാസത്തിലൊരിക്കൽ രക്തദാനം ചെയ്യാം. രക്തദാനം ചെയ്യാവുന്ന ആ കാലയളവിൽ 3 മാസത്തിലൊരിക്കലാണ്. 2020 7 രോഗങ്ങളിൽ നിന്നും ഇന്ത്യയിലെ കുട്ടികളെ വാക്സിനിലൂടെ തടയുവാൻ വേണ്ടി 2014 ഡിസംബർ 25 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? മിഷൻ ഇന്ദ്രധനുസ്. 2014 ഡിസംബർ 25 കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആരോഗ്യവുമായി ബന്ധപ്പെട്ടൊരു പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുസ്. ജപ്പാൻ ജ്വരത്തിനെതിരെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ വാക്സിൻ ഏതാണ്? ജെൻവാക്ക്. ജപ്പാൻ ജ്വരത്തിനെതിരെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ വാക്സിനാണ് ജെൻവാക്ക്. മെനഞ്ചൈറ്റിസ് രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? തലച്ചോറിനെയാണ്. തലച്ചോറിനെ അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയാണ് മെനഞ്ചൈറ്റിസ് രോഗം ബാധിക്കുന്നത്. അപസ്മാരം, പേവിഷബാധ എന്നിവയെ അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, പോളിയോമെലിറ്റസ്, കുഷ്ഠം, പരാലിസിസ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. അപസ്മാരം, പേവിഷബാധ, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, പോളിയോമെലിറ്റസ്, കുഷ്ഠം, പരാലിസിസ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. ഹണ്ടിങ്ടൺ ഡിസീസ് ബാധിക്കുന്നത് കേന്ദ്ര നാഡീവ്യവസ്ഥയാണ്. എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് രോഗപ്രതിരോധ സംവിധാനത്തെയാണ്. മുണ്ടിനീര് ബാധിക്കുന്നത് പരോട്ടിഡ് ഗ്രന്ഥി അഥവാ ഉമിനീർ ഗ്രന്ഥിയെയാണ്. മുണ്ടുനീര് ബാധിക്കുന്നത് പരോട്ടിഡ് ഗ്രന്ഥി അഥവാ ഉമിനീർ ഗ്രന്ഥിയാണ്. മലേറിയ, മലമ്പനി എന്നിവ ബാധിക്കുന്നത് പ്ലീഹയാണ്. ടോൺസിലൈറ്റിസ് ബാധിക്കുന്നത് ടോൺസിൽ ഗ്രന്ഥിയാണ്. ഗോയിറ്റർ ബാധിക്കുന്ന ഏത് അവയവത്തെയാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഗോയിറ്റർ ബാധിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഡിഫ്തീരിയ ബാധിക്കുന്നത് തൊണ്ടയാണ്. തൊണ്ടയിൽ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ. ബ്രോങ്കൈറ്റിസ്, സാർസ്, കോവിഡ്-19, സിലിക്കോസിസ്, ക്ഷയം എന്നിവ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. സാർസ്, കോവിഡ്-19, സിലിക്കോസിസ്, ക്ഷയം, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളൊക്കെ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ടൈഫോയിഡ് ബാധിക്കുന്നത് കുടലിനെയാണ്. ടൈഫോയിഡ് ബാധിക്കുന്നത് കുടലിനെയാണ്. ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ് എന്നിവ ബാധിക്കുന്നത് കരളിനെയാണ്. ഹെപ്പറ്റൈറ്റിസും സിറോസിസും ബാധിക്കുന്നത് കരളിനെയാണ്. സോറിയാസിസ് ബാധിക്കുന്നത് ത്വക്കിനെയാണ്. സോറിയാസിസ് രോഗം ബാധിക്കുന്നത് ത്വക്കിനെയാണ്. എക്സിമ, മെലനോമ എന്നീ രോഗങ്ങൾ ബാധിക്കുന്നത് ത്വക്കിനെയാണ്. പയോറിയ ബാധിക്കുന്നത് മോണയാണ്. പയോറിയ രോഗം ബാധിക്കുന്നത് മോണയാണ്. ജിഞ്ചിവൈറ്റിസ് രോഗം ബാധിക്കുന്നതും മോണയാണ്. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലമ്പനിയാണ്. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലമ്പനിയാണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നതും മലമ്പനിയാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവിയാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഗോയിറ്ററാണ്. ഗ്രേവ്സ് രോഗം എന്നറിയപ്പെടുന്നത് ഗോയിറ്ററാണ്. ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്നത് ടെറ്റനസ് ആണ്. ലോക്ക് ജോ ഡിസീസ് ടെറ്റനസ് ആണ്. രാജകീയ രോഗം, ക്രിസ്മസ് രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഹീമോഫീലിയാണ്. രാജകീയ രോഗം, ക്രിസ്മസ് രോഗം എന്നെല്ലാം അറിയപ്പെടുന്നത് ഹീമോഫീലിയാണ്. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ്. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗാണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗാണ്. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയരോഗമാണ്. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയരോഗമാണ്. കോക്ക് ഡിസീസ് എന്നറിയപ്പെടുന്നത് ക്ഷയരോഗമാണ്. കോക്ക് ഡിസീസ് എന്നറിയപ്പെടുന്നത് ക്ഷയരോഗമാണ്. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ്. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ്. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സാർസ്. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് സാർസ് ആണ്. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? അമിത രക്തസമ്മർദ്ദം. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം അമിത രക്തസമ്മർദ്ദമാണ്. വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ്. വീൽസ് ഡിസീസ്, 7 ഡേ ഫീവർ, ബ്ലാക്ക് ജോണ്ടിസ് എന്നെല്ലാം അറിയപ്പെടുന്നത് എലിപ്പനിയാണ്. വീൽസ് ഡിസീസ്, 7 ഡേ ഫീവർ, ബ്ലാക്ക് ജോണ്ടിസ് എന്നെല്ലാം അറിയപ്പെടുന്നത് എലിപ്പനിയാണ്. ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗം കോളറയാണ്.
ബ്ലൂ ഡെത്ത്, വിഷൂചിക, റിവറൈൽ രോഗം എന്നെല്ലാം അറിയപ്പെടുന്നത് കോളറയാണ്. തൊണ്ടയിലെ മുള്ളെന്നറിയപ്പെടുന്നത് ഡിഫ്തീരിയയാണ്. അരിവാൾ രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സിക്കിൾ സെൽ അനീമിയ. അരിവാൾ രോഗം എന്നറിയപ്പെടുന്നത് സിക്കിൾ സെൽ അനീമിയയാണ്. വൂൾ സോർട്ടേഴ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ആന്ത്രാക്സ് ആണ്. വൂൾ സോർട്ടേഴ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ആന്ത്രാക്സ് ആണ്. മാർജാര നൃത്തരോഗം എന്നറിയപ്പെടുന്നത് മീനമാത രോഗമാണ്. മാർജാര നൃത്തരോഗം എന്നറിയപ്പെടുന്നത് മീനമാത രോഗമാണ്. മദ്രാസ് ഐ എന്നറിയപ്പെടുന്ന രോഗം ചെങ്കണ്ണാണ്. മദ്രാസ് ഐ എന്നറിയപ്പെടുന്നത് ചെങ്കണ്ണാണ്. വില്ലൻ ചുമ ആണ് പെർട്ടൂസിസ് എന്നറിയപ്പെടുന്നത്. എൻട്രിക് ഫീവർ എന്നറിയപ്പെടുന്നത് ടൈഫോയിഡാണ്. എൻട്രിക് ഫീവർ എന്നറിയപ്പെടുന്നത് ടൈഫോയിഡാണ്. സന്നിപാത ജ്വരം എന്നറിയപ്പെടുന്നതും ടൈഫോയിഡാണ്. സന്നിപാത ജ്വരം എന്നറിയപ്പെടുന്നത് ടൈഫോയിഡാണ്. റൂബിയോള എന്നറിയപ്പെടുന്നത് മീസിൽസ് ആണ്, അതായത് അഞ്ചാം പനി. റൂബിയോള എന്നറിയപ്പെടുന്ന രോഗം മീസിൽസ് അഥവാ അഞ്ചാം പനിയാണ്. റൂബല്ല എന്നറിയപ്പെടുന്നത് ജർമ്മൻ മീസിൽസ് ആണ്. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. സ്ലിം ഡിസീസ്, പിന്നെ ഗ്രിഡ് രോഗം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് എയ്ഡ്സ് രോഗമാണ്. ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്നത് പാർക്കിൻസൺസ് ആണ്. ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗം പാർക്കിൻസൺസ് ആണ്. സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നത് അൾഷിമേഴ്സ് ആണ്. സ്മൃതിനാശ രോഗം അല്ലെങ്കിൽ മറവി രോഗം എന്നൊക്കെ പറയും, അത് അൾഷിമേഴ്സ് ആണ്. പിള്ളവാതം എന്നറിയപ്പെടുന്നത് പോളിയോ ആണ്. പിള്ളവാതം എന്നറിയപ്പെടുന്ന രോഗം പോളിയോ ആണ്. ഇൻഫൻറ്റൈൽ പരാലിസിസ് എന്നറിയപ്പെടുന്ന രോഗം പോളിയോ ആണ്. നിശബ്ദനായ കാഴ്ച അപഹാരൻ എന്നറിയപ്പെടുന്നത് ഗ്ലോക്കോമയാണ്. നിശബ്ദനായ കാഴ്ച അപഹാരൻ എന്നറിയപ്പെടുന്ന രോഗം ഗ്ലോക്കോമയാണ്. കഫവാതജ്വരം എന്നറിയപ്പെടുന്നത് ന്യൂമോണിയയാണ്. കഫവാതജ്വരം എന്നറിയപ്പെടുന്ന രോഗം ന്യൂമോണിയയാണ്. ദേശീയ ഡോക്ടേഴ്സ് ദിനം എന്നാണ്? ജൂലൈ 1. ദേശീയ ഡോക്ടേഴ്സ് ദിനം ജൂലൈ 1 ആണ്. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11 ആണ്. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം എന്നാണ്? ജൂലൈ 28. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28 ആണ്. ലോക അൾഷിമേഴ്സ് ദിനം എന്നാണ്? സെപ്റ്റംബർ 21. ലോക അൾഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21 ആണ്. ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ 10 ആണ്. ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ 10 ആണ്. ലോക പോളിയോ ദിനം എന്നാണ്? ഒക്ടോബർ 24. ലോക പോളിയോ ദിനം ഒക്ടോബർ 24 ആണ്. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1 ആണ്. ലോക കുഷ്ഠരോഗ നിവാരണ ദിനം എന്നാണ്? ജനുവരി 30. ലോക കുഷ്ഠരോഗ നിവാരണ ദിനം ജനുവരി 30 ആണ്. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4 ആണ്. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4 ആണ്. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24 ആണ്. ലോക ക്ഷയരോഗ ദിനം എന്നാണ്? മാർച്ച് 24. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7 ആണ്. ലോകാരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ആണ്. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ആണ്. ലോക മലേറിയ ദിനം എന്നാണ്? ഏപ്രിൽ 25. ലോക മലേറിയ ദിനം ഏപ്രിൽ 25 ആണ്. ദേശീയ രക്തദാന ദിനം എന്നാണ്? ഒക്ടോബർ 1. ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1 ആണ്. ലോക രക്തദാന ദിനം ജൂൺ 14 ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1 ലോക രക്തദാന ദിനം ജൂൺ 14 ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.